റിവിഷൻ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞോ? അറിയിച്ചോ? എന്തെങ്കിലും ടൈം ടേബിൾ പറഞ്ഞിട്ടില്ല? ഇപ്പൊ വരും. FTS ഡിസംബർ 6. FTS മുന്നേ റിവിഷൻ ടെസ്റ്റ് സീരീസ് ഉണ്ട്. അത് ഇപ്പൊ തുടങ്ങും. കഴിഞ്ഞുള്ളൂ. അതായത് RUT അല്ലെങ്കിൽ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ റിവിഷൻ ടെസ്റ്റ് സീരീസിൽ ഉൾപ്പെടുത്തുന്നത്. അത് ഇപ്പൊ വേണ്ടാന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് ചെയ്തതാണ്. RUT അല്ലെങ്കിലും സെൻട്രലൈസ്ഡ് ആയിട്ട് നടത്തുന്ന ടെസ്റ്റാണ്. അതൊരു സെന്ററിൽ കുട്ടികളുടെ ഒരു ഇത് ആക്കിയിട്ട് സെന്ററിൽ നടത്തുന്ന ടെസ്റ്റാണ്. തീരുമാനമായിട്ടില്ല. പല സ്കൂളുകളും വെക്കുമ്പോ നിങ്ങൾ തമ്മിലും അതായത് ചില കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ചിലർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അവരെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് എന്റെ ക്ലാസ് പോയോ എന്നുള്ള പെയിൻ എന്തായാലും പാരന്റ്സിന്റെ ഒരു കൺസേൺസ് വരാനുള്ള ചാൻസ് സിമ്പിൾ ആണ്, ഒത്തിരി കാര്യമില്ല. പ്രോബ്ലം നല്ല പോലെ ചെയ്തത് നല്ല വെയിറ്റേജിൽ വരുന്ന 3 ചാപ്റ്റേഴ്സ് ആണ് ഈ 3. സിമ്പിൾ ആയ ചാപ്റ്റർ ആണ്, എല്ലാവർക്കും ഉറപ്പിക്കാം. മോഡേൺ ഫിസിക്സ് ആ കാറ്റഗറിയാണ്. അപ്പൊ ഇതില് നല്ല വെയിറ്റേജിൽ വരും. നമുക്കൊരു 5 ക്വസ്റ്റ്യൻ കിട്ടും. വെറുതെ ഈ കുഞ്ഞി 3 ചാപ്റ്റർ പഠിച്ചാൽ മതി. അതിൽ കുറെ കെമിസ്ട്രിയിലും കയറി വരുന്നതാണ്. 5 × 4 ഒന്ന് ആലോചിച്ച് നോക്കുക. 20. ആ ഒരു മിക്സഡ് കോൺസെപ്റ്റ്സും കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഈ രീതിയിൽ 4, 5 ഉറപ്പിക്കാം. അപ്പൊ അങ്ങനെ പിന്നെ സെമി കണ്ടക്ടർ. എനിക്ക് ഈ പ്രോബ്ലംസ് ഈ 3 ചാപ്റ്ററിലെ കുറച്ച് നല്ലപോലെ പ്രോബ്ലംസ് ചെയ്യണം. പിന്നെ റേ ഓപ്റ്റിക്സ് കുറെയൊക്കെ കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരു ചാപ്റ്ററും ഞാൻ അവിടെ കഴിഞ്ഞു എന്നൊന്നും പറയില്ല. ഈ പറഞ്ഞ പോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണെങ്കിലും ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിലും EMI ആണെങ്കിലും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ കൺസെപ്ച്വലി ഭയങ്കര സ്ട്രോങ് ആവാറുണ്ട്. പിന്നെ സെമി കണ്ടക്ടർ ഡിവൈസ് നിങ്ങൾ ടാർഗറ്റ് തന്നു, എല്ലാവർക്കും കിട്ടും. ആ ടാർഗറ്റില് ഏതൊക്കെ എക്സ്പെരിമെന്റൽ ഫിസിക്സ് എന്നുള്ളത് കാണുന്നുണ്ടോ? അതിൽ എന്തൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് എക്സ്പെരിമെന്റൽ ഫിസിക്സിൽ. ഓൺലൈൻ സ്റ്റുഡൻസ് ടാർഗറ്റ് കിട്ടാത്തവരൊന്ന് കളക്ട് ചെയ്യുക കേട്ടോ. അതിലൊന്ന് വൈകി എക്സ്പെരിമെന്റൽ ഫിസിക്സിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഇത് നിങ്ങൾ സ്കൂളിലും ടാബുലർ കോളം, അതായത് ഓരോ റീഡിംഗ് എടുത്ത് ഇങ്ങനെ തന്നെയല്ലേ? ഇത് തന്നെ അതിന്റെ കാൽക്കുലേഷൻ. അതൊക്കെ ഈ എക്സ്പെരിമെന്റൽ ഫിസിക്സിൽ കൊടുക്കാനാണ് ചാൻസ്. എന്തൊക്കെയാ കൊടുത്തിരിക്കുന്നത് നോക്ക്. ഏതാ? കലോറിമീറ്റർ ഒന്നും വരാറില്ല. കലോറിമീറ്റർ ഒക്കെ എപ്പോഴോ എടുത്തു പോയ കാര്യങ്ങളാണ്, അതൊന്നും വരാറില്ല. ഞാൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഫോർവേഡ് ബയാസ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു. ദെൻ അടുത്തത് പറയാനുള്ളത് റിവേഴ്സ് ബയാസ്, പിന്നെ ഡയോഡിന്റെ ആപ്ലിക്കേഷൻ. ഇവിടെ ഞങ്ങൾക്കൊരു സജഷൻസ് കുറച്ച് ഇങ്ങനത്തെ ജനറൽ ആയിട്ട്, കാരണം റിവിഷൻ
തുടങ്ങേണ്ട ടൈമിലാണ് നമ്മൾ ചെയ്യാനാണ് ചോദിക്കുന്നത്. ഓൺലൈൻ സ്റ്റുഡൻസ് സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ ഓൺലൈൻ സ്റ്റുഡൻസ്? Yes, ma'am. യെസ്. അതായത് ഞങ്ങൾക്കൊരു സാറുടെ മീറ്റിംഗില് സാർ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെയിറ്റേജിനനുസരിച്ച് ടോപ്പിക്കിനെ സ്പ്ലിറ്റ് ചെയ്യുമോ. അപ്പൊ നമുക്ക് മെക്കാനിക്സ് എന്നുള്ള സെക്ഷൻ. അപ്പൊ ഇതില് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, ദെൻ ഇത് 1 ഡയമെൻഷണൽ മോഷൻ ആണ്. മോഷൻ ഇൻ എ പ്ലെയിൻ, 2D മോഷൻ. ഇതിലാണ് അല്ലെ പ്രൊജക്ടൈൽ മോഷൻ, സർക്കുലർ വരുന്ന ഏരിയ. സർക്കുലർ മോഷന്റെ കൂടുതൽ ആപ്ലിക്കേഷൻസ് നിങ്ങൾ പഠിക്കുന്നത് ലോസ് ഓഫ് മോഷനിലാണ്. ലോസ് ഓഫ് മോഷൻ, then work power energy, then system of particles and rotational motion. System of particles and rotational motion. അപ്പൊ മെക്കാനിക്സിന്റെ ഒരു ഫസ്റ്റ് സെക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഇതാണ്. അപ്പൊ ഇതില് പിന്നെ യൂണിറ്റ് ഡയമെൻഷൻ എറേഴ്സ് ഉണ്ട്. അപ്പൊ 1 by 1 ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് പോകുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടി ആയി തോന്നുന്ന ചാപ്റ്റേഴ്സ് വെയിറ്റേജിനനുസരിച്ച് നിങ്ങൾക്ക് പറയാം. ഓക്കെ, അത് ഫസ്റ്റ് ക്ലാസ് എടുക്കുക. അങ്ങനെ കവറപ്പ് ചെയ്ത് പോവാൻ നിങ്ങൾ. അതായത് ഇപ്പൊ നമ്മൾ 1 by 1 ഓരോ ചാപ്റ്റർ ആയിട്ട് ചെയ്യുന്നതിന് പകരം വെയിറ്റേജിനനുസരിച്ച് ഇതിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. ഇപ്പൊ ഇതിലാണ് നിങ്ങൾ വെക്ടേഴ്സ് പഠിക്കുന്നത്. വെക്ടേഴ്സിന്റെ ഐഡിയ ഇല്ലാതെ ഫോഴ്സിനെ കുറിച്ച്, ലോസ് ഓഫ് മോഷൻ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. വെക്ടേഴ്സിന്റെ ബേസിക് ഐഡിയ നിങ്ങൾ തറവാണെങ്കിൽ നമുക്ക് ലോസ് ഓഫ് മോഷനിലെ ഡയറക്റ്റ് ഓക്കെ ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്കും അതിലെ എൻട്രൻസ് പോയിന്റ്സ് അപ്ലിക്കേഷനിലേക്കും കിടക്കാം. അപ്പൊ ഇങ്ങനെ കുറെ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ബ്ലാങ്ക്സ് ആണ്, ഇതിലേക്ക് ഒന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സജഷൻസ് പറയാന്നുള്ളതാണ് സാർ പറഞ്ഞിട്ടുള്ളത്. അത് പല ടൈപ്പ്, ചിലരൊക്കെ ഇപ്പൊ ഈ ചാപ്റ്ററിന് പക്കയാണ്, ഭയങ്കര കോൺഫിഡന്റ് ആയ ആൾക്കാരുണ്ടാവുക. അവർക്കത് സ്കിപ്പ് ചെയ്യാം, ഇനി നോക്കണ്ട. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. മെയിൻ ലെവലിൽ എനിക്ക് ആ ചാപ്റ്റർ നോക്കണ്ട. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺഫിഡൻസ് യൂണിറ്റ് ഡയമെൻഷൻ എറേഴ്സ് എനിക്കിനി നോക്കണ്ട, ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ ചെയ്യും. മോഷനിനെ സ്ട്രെയിറ്റ് ലൈൻ കുഴപ്പമില്ല. ഷുവർ എറേഴ്സ് ആണ് പവറിൽ പഠിക്കേണ്ടത്. എറേഴ്സ് ഞാൻ ക്ലാസ് എടുത്തത്. എറേഴ്സ് അതില് ഡയമെൻഷണൽ അനാലിസിസ് എറേഴ്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. എറേഴ്സ് എന്ന ക്വസ്റ്റ്യൻ ഉറപ്പാണ്. 4 മാർക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായ മാർക്ക് വന്നു. ഇതില് സിസ്റ്റം ലോസ് ഓഫ് മോഷൻ കൂടുതലായിട്ട് ചെയ്യണം അല്ലെ. ഏകദേശം ഒരു എത്ര ക്വസ്റ്റ്യൻ വരെ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു? നമുക്ക് റൗണ്ട് ചെയ്യാം, സെലക്ട് ചെയ്ത് ചെയ്യിപ്പിക്കാനാണ്. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാൻ ഞാൻ നിങ്ങളേക്ക് എപ്പോഴും പറയാറുണ്ട് 2020 to 2024. ഓക്കെ, അതില് നിങ്ങളൊരു കാര്യം ഒന്ന് ചെയ്യണം. 2023, 20 ഇതൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. ആകാശ് PDF എടുക്കുക, ഇത് സൊല്യൂഷനോട് കൂടിയിട്ടാ വരിക. 2023, 2020 എല്ലാ സെഷന്റെയും കംപ്ലീറ്റ് സെഷന്റെ PDF അവൈലബിൾ ആണ്. റെഡി? ഇതൊന്ന് സെർച്ച് ചെയ്ത് ഞാനത് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു ഇല്ലേ ഈ മെസ്സേജ്. 2022 വരെയുള്ള RQ പേപ്പർ ഞാൻ ഒന്നും കൂടി കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 2 PDF നിങ്ങളൊന്ന് കളക്ട് ചെയ്യണം. ഓക്കെ, എത്രയും പെട്ടെന്ന് ഇത് ഗ്രൂപ്പിലിട്ടോ, കോമൺ ജനറൽ ഗ്രൂപ്പിലിട്ടോ. ഞാൻ അർജുനെ ഏൽപ്പിക്കട്ടെ ഇത്. നിങ്ങൾക്ക് ആർക്ക് കിട്ടിയാലും ആർക്ക് സെൻഡ് ചെയ്യേ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഗ്രൂപ്പിലിടാം. 2023 എല്ലാ സെഷനും 2023 ശരിക്കും 2 സെഷൻ. അതില് ഫസ്റ്റ് സെഷൻ 12, സെക്കൻഡ് സെഷനും 12, 24 പേപ്പർ കിട്ടും കേട്ടോ. 2023 മാത്രം 24 പേപ്പറാണ് 2 സെഷനുമായിട്ട്. ജാനുവരി 12 അന്ന് 6 ദിവസമായിരുന്നു എക്സാം നടന്നിരുന്നത്.
6 ദിവസം 6 ഇൻറ്റു 2 12 12 പ്ലസ് 12 ഏപ്രിൽ സെഷനും 12 അങ്ങനെ 24 പേപ്പർ. ഇതാണ് നമുക്ക് നീറ്റിനെ അപേക്ഷിച്ച് മെച്ചം. ഒരു ഇയർ തന്നെ എടുത്താൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഒരു ഇയർ തന്നെ. നീറ്റിന് ആകെ എത്ര കിട്ടും? ഒരു ചാപ്റ്ററിന് ഒരു ഇയറിന് എത്ര ക്വസ്റ്റ്യൻ കിട്ടും മാക്സിമം? അതാണ് ഇപ്പൊ 50 ക്വസ്റ്റ്യൻ എന്നുള്ളത് ഒരു ചാപ്റ്ററിലെ 2 ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്ററിന്. നിങ്ങൾക്ക് നോക്ക് ഇഷ്ടം പോലെയാണ്. 2024 5 ദിവസമാണ് നമ്മുടെ 20 പേപ്പർ. അങ്ങനെ ഈ 44 പേപ്പർ ഒന്ന് കളക്ട് ചെയ്ത് ആകാശിന്റെ PDF സെർച്ച് ചെയ്യുമ്പോൾ സൊല്യൂഷനോട് കൂടിയിട്ടാണ് വരും. പിന്നെ എനിക്ക് നിങ്ങളിലേക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾക്ക് നേരിട്ട് പ്രോബ്ലത്തിലേക്ക് കിടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ വളരെ നന്നായി. എനിക്ക് അത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും. മാക്സിമം ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ കവർ ചെയ്യണം എന്നാണ് എന്റെ ഭയങ്കരമായ ആഗ്രഹം. പോയാൽ മതി. പക്ഷെ ചിലർക്കൊന്നും അതല്ല, ബാക്ക്ഗ്രൗണ്ട് വേണം. ഞാൻ പറയുന്നത് നിങ്ങള് തലേ ദിവസം തിയറി ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി വരികയാണെങ്കിൽ എനിക്ക് നേരിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. പക്ഷെ ക്വസ്റ്റ്യൻസിലേക്ക് ചെയ്യുമ്പോൾ ഓക്കെ കംപ്ലീറ്റ് 1 by 1 തിയറി ആക്കണമെങ്കിൽ ക്വസ്റ്റ്യൻസ് മൂവ് ചെയ്യാത്ത ഒരു അവസ്ഥ വരും. ആ ക്വസ്റ്റ്യൻസിന് വേണ്ട തിയറി പറയുന്നു, അടുത്ത ക്വസ്റ്റ്യൻ ഈ രീതിയിൽ പോകും. എങ്ങനെയാണല്ലേ നല്ലത്? അപ്പൊ നേരിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങും, ക്വസ്റ്റ്യൻസിലൂടെ തിയറിയിലേക്ക് വരാം. അങ്ങനെയാണ്. റെഡി? യെസ്. ഞാൻ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിലായിരുന്നു. ഓക്കെ, ഇനി ഞാൻ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലോസ് ഓഫ് മോഷൻ സിസ്റ്റം അല്ലെ? മറ്റേ വെയിറ്റേജിനനുസരിച്ച് മറ്റേത് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇതിൽ മിനിമം എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ സെക്ഷൻ, ഈ ഇന്നത്തെ ഇയേഴ്സിന്? എത്ര ആവറേജ്? 30 അല്ലെ? എല്ലാവരും ID കവറപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു 30 ക്വസ്റ്റ്യൻസ് മിനിമം, ഇതിലും ഒരു 30 ക്വസ്റ്റ്യൻ. നിങ്ങൾ ശരിക്കും രണ്ടാമത്തെ റൗണ്ട് റിവിഷൻ ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ മാക്സിമം ഒരു 100 ക്വസ്റ്റ്യനെങ്കിലും ഓരോ ചാപ്റ്ററിലും എത്തിയിട്ടുണ്ടാവും മിനിമം. യെസ്, ഞാൻ ലാസ്റ്റ് പറഞ്ഞത് നമ്മൾ ഫോർവേഡ് ബയാസ്, ലാസ്റ്റ് ക്ലാസ് വി കംപ്ലീറ്റഡ് ഫോർവേഡ് ബയാസ് ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ റിവേഴ്സ് ബയാസ്. Reverse bias of PN junction diode. If P side is connected to negative terminal of the battery and N side is connected to positive terminal, okay, here what happens? Here reverse voltage, this reverse voltage variable 1. In the case of characteristics, here you can connect a microammeter because that reverse current of the order of microammeter very less than compared to forward current. Forward current of the order of milliampere. So in the case of reverse characteristics, here we usually connect a microammeter and this voltage variable, we directly apply that voltage across the diode, and also here we connect a resistance in series with that diode to protect that diode. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മളുടെ വോൾട്ടേജിന്റെ ഒരു ഫ്ലക്ച്വേഷൻസ് എന്നുള്ളത് ഡയോഡിനെ അഫക്ട് ചെയ്യരുത്. അതായത് കുറച്ച് വോൾട്ടേജ് ആ ഒരു റെസിസ്റ്റൻസിനെ അക്രോസ് ഡ്രോപ്പ് ചെയ്ത് നമ്മൾ ഡയോഡിനെ സേഫ് ആക്കുന്നു എന്നുള്ളതാണ്. ഈ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ ഏതെങ്കിലും PN ജംഗ്ഷൻ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്തോ സ്കൂളില്? ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്തു, ഫോർവേഡേ സാധാരണ ചെയ്യാറുള്ളൂ. നിങ്ങൾ ഗ്രാഫ് വരഞ്ഞിട്ടുണ്ടാവും അല്ലെ? ചിലപ്പോൾ ഡൈനാമിക് റെസിസ്റ്റൻസ് ഒക്കെ ഗ്രാഫ് ഒന്ന് എടുത്തിട്ടുണ്ടാവും. യെസ്, ഇല്ല ചെയ്തിട്ടില്ല. ചെയ്യുമായിരിക്കും ചിലപ്പോൾ ചെയ്യണമെന്നില്ല, ഉണ്ടാവില്ല. അപ്പൊ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് അധികവും ഒരു സ്കൂളിലും ചെയ്യിപ്പിക്കാറില്ല. കാരണം റിവേഴ്സ് മോഡില് ഡയോഡിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇനീഷ്യലി ചെറിയ വോൾട്ടേജ് കൊടുക്കുമ്പോൾ വളരെ ചെറിയൊരു വേരിയേഷൻ മൈന്യൂട്ടായിട്ട് സീറോയിലൂടെ ചെറുതായിട്ടൊന്നും മുകളിലേക്ക് പോകുന്ന രീതിയിൽ
ചെറിയൊരു പ്ലോട്ട് കിട്ടിയ അത്രയേ ഉള്ളൂ. ആ ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡയോഡ് ബ്രേക്ക് ആവും എന്ന് പറഞ്ഞാൽ പിന്നീട് ആ ഒരു ഡയോഡ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്, ഡാമേജ് ആയി. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും റിവേഴ്സ് മോഡിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കാറില്ല, ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സേ എടുക്കാറുള്ളൂ. അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താണ് റിവേഴ്സ് ബയാസ് മോഡ്? If P side of the diode connected to negative terminal of the battery and N side connected to positive terminal, here what happens? In P side, P-type semiconductor majority charge carriers are holes. N-type majority charge carriers are electrons. അല്ലേ? അപ്പൊ ഇവിടെ ഇത് നോക്ക്, P side connected to negative terminal. അപ്പൊ ഈ ചാർജ് കാരിയേഴ്സ് അല്ലെ ഇതിലേക്ക് അട്രാക്റ്റഡ് ആവും, ശരിയല്ലേ? അപ്പൊ ഒരുപാട് നമ്മളുടെ ജംഗ്ഷനോട് ചേർന്ന് ചാർജ് കാരിയേഴ്സ് മൊത്തമായിട്ട് എൻഡിലേക്കായിട്ട്, അതായത് ബാറ്ററിയുടെ ടെർമിനലിലേക്കായിട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്നു. ഇവിടെ നോക്ക്, ദിസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ, ദിസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ. അപ്പൊ ഹിയർ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയ ഹോൾസ്, പോസിറ്റീവ് ചാർജസ് attracted towards the negative terminal of the battery, and here that number density of electrons too high in n-type semiconductor, number density of that electrons attracted towards the that positive terminal. Here അപ്പൊ എന്താ സംഭവിക്കുക? ഡെപ്ലീഷൻ ലെയർ എന്ന് പറഞ്ഞാൽ അല്ലെ ഇമ്മൊബൈൽ ചാർജ് കാരിയേഴ്സ് ഉള്ള റീജിയൻ ആണ്. അപ്പൊ അവിടെ ഡെപ്ലീഷൻ, കൂടുതൽ ചാർജ് കാരിയേഴ്സ് ഇതിന്ന് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ആവുമ്പോൾ കൂടുതൽ ഡെപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കൂടുന്നു. Depletion layer width increases. Here we can say by this dislocation, electric field strength എന്ന് പറഞ്ഞാൽ ഡെപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കൂടുമ്പോൾ ആ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് കടന്നു പോവാൻ അല്ലെ ചാർജ് കാരിയേഴ്സിന് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ട് ആസ് എ ബാരിയർ, അപ്പൊ ഇവിടെ നമുക്ക് പറയാം ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഓർ ദാറ്റ് പൊട്ടൻഷ്യൽ ബാരിയർ ഹൈറ്റ് ഇൻക്രീസസ്. ഓക്കെ, ജംഗ്ഷൻ ഓഫേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് നോക്ക്. ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന നിങ്ങൾക്കറിയാം ഡെപ്ലീഷൻ ലെയർ അല്ലേ ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്ത്, അപ്പൊ അവിടെ ഒരു പറഞ്ഞൊരു കാര്യവും ഇവിടെ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ദിസ് ദി ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ്. This P side and this N side. P സൈഡില് ഈ ജംഗ്ഷനോട് ചേർന്ന് നിയർ ദി ജംഗ്ഷൻ ഇവിടെ മൈനസ്, ആൻഡ് ഹിയർ പ്ലസ്. Junction field along this direction, positive to negative. ആ പിങ്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് ഇമ്മൊബൈൽ ചാർജ് കാരിയേഴ്സ് ആൻഡ് ദിസ് നെഗറ്റീവ്. റെഡി? ഇലക്ട്രിക് ഫീൽഡ്, ജംഗ്ഷൻ ഫീൽഡ് along this direction. Look, the applied field. ഇത് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആട്ടോ. അവിടെ പറഞ്ഞ ഈ ഒരു കാര്യം ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാണ്. ദിസ് പ്ലസ് ആൻഡ് ദിസ് മൈനസ്, that applied electric field along this direction, applied electric field along this direction and junction field in opposite direction. അപ്പൊ നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ്, ഫോർവേഡ് വോൾട്ടേജ് ഇങ്ങനെ ഗ്രാജുവലി കൂട്ടുമ്പോൾ എന്താണ് ആ ഫീൽഡ് സ്ട്രെങ്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഫീൽഡ് സ്ട്രെങ്ത് ജംഗ്ഷൻ ഫീൽഡിനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്യൂ ടു ദിസ് അപ്ലൈഡ് ഫീൽഡ് ജംഗ്ഷൻ ഫീൽഡ് ഡിക്രീസസ്. അങ്ങനെ if that voltage, if the applied voltage, the new voltage, what happens? It completely crosses the junction field. Okay, അപ്പൊ അതാണ് that majority charge carriers crosses the junction. അപ്പൊ അതാണ് that flow of carriers constitute forward current and this of the order of milliampere. അപ്പൊ forward characteristics നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ്, if that applied voltage gradually increases, junction field or the potential barrier height decreases. At a particular voltage, that junction, that applied voltage completely overcome
the junction field. Okay, അപ്പോഴാണ് അവിടെ ഒരു ഷാർപ്പ് ഇൻക്രീസ്, നിങ്ങളത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ അല്ലെ? ഇതുവരെ ഇങ്ങനെ ഗ്രാജുവലി കൂടി ഒരു ഷാർപ്പ് ഇൻക്രീസിലേക്ക് പോകുന്നത് നീ വോൾട്ടേജ് ക്രോസ് ചെയ്ത് വോൾട്ടേജ് വരുമ്പോഴാണ്. ആഫ്റ്റർ ദാറ്റ് നീ വോൾട്ടേജ് ദാറ്റ് കറന്റ് ഷൂട്ട് അപ്പ്. ക്ലിയർ? ഇതാണ് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ പഠിച്ചത്. ഇപ്പൊ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്ക്. ഇതേ പോയിന്റ് റിവേഴ്സ് മോഡിൽ നിങ്ങളൊന്ന് പറ. റിവേഴ്സ് വോൾട്ടേജ് ഇത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്താ? നെഗറ്റീവ് പ്ലസ് this P side here. If that voltage or if the diode operate in reverse mode, that depletion layer width increases. Okay, this is the junction field. എന്തുകൊണ്ട് ഡെപ്ലീഷൻ ലെയർ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു? അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, അതിൻ്റെ ഒരു ഈ സപ്ലൈ വോൾട്ടേജ് വെച്ച് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് എങ്ങനെയാണ്? ലുക്ക്, this minus, this plus. That applied field or the applied voltage create ചെയ്യുന്ന field, this support the junction field. ശരിയല്ലേ? That apply ചെയ്യുന്ന, ഇവിടെ നോക്ക്, ഫോർവേഡ് വോൾട്ടേജിൽ എന്ത് സംഭവിക്കുന്നു, റിവേഴ്സ് വോൾട്ടേജിൽ എന്ത് സംഭവിക്കുന്നു, ഈ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയണം. ഹിയർ ദി അപ്ലൈഡ് വോൾട്ടേജ് and field due to that applied voltage along the same direction of the reverse voltage, along the same direction of junction field. Direction of junction field. Because of that, we can say that junction field and that potential barrier height, okay, then നമ്മൾ പറയുക barrier potential barrier height increases. Junction offers, അതിനെ നമുക്ക് ആ ഒരു ചാർജ് കാരിയേഴ്സിന് ഈ വലിയ മതിൽ ക്രോസ് ചെയ്ത് കടന്നു പോകാൻ പറ്റില്ല എന്നുള്ളത് നമുക്കതിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ ഭാഷയിൽ ഇങ്ങനെ പറയാം. ജംഗ്ഷൻ ഓഫേഴ്സ് very high resistance to the current flow. Junction offers very high resistance to the current flow. ഇതിനൊരു ഐഡിയൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം അല്ലെ, ഐഡിയൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ പറയണം? ജംഗ്ഷൻ ഓഫേഴ്സ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ടു ദി കറന്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അവിടെ ബ്ലോക്ക് ആവുകയാണ്. ഇറ്റ് ഓഫേഴ്സ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ്, അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് മൊത്തം അതിന് അക്രോസ് ഡ്രോപ്പ് ആയി പോകും. ഓക്കെ, അപ്പം മറ്റത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോർവേഡ് ഡയോഡ് ഫോർവേഡ് വോൾട്ടേജിൽ ആക്കുമ്പോൾ ഫോർവേഡ് ഡയോഡ് ഐഡിയൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഓഫർ സീറോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പും ഇല്ല. ദാറ്റ് വോൾട്ടേജ് ഡ്രോപ്പ്ഡ് അക്രോസ് ദാറ്റ് ഫോർവേഡ് ബയാസ്ഡ് ഐഡിയൽ ഡയോഡ് സീറോ ബിക്കോസ് ദർ ഈസ് നോ റെസിസ്റ്റൻസ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് വയർ പോലെ ആക്ട് ചെയ്യുക അല്ലേ? ഒരു വയർ എടുത്ത് കണക്ട് ചെയ്ത് ദർ ഈസ് നോ, ഒരു റെസിസ്റ്റൻസ് ലെസ് വയർ ആയിട്ട് ആക്ട് ചെയ്യുകയാണെന്ന് പറയാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ആക്ട് ആസ് ആൻ ഓപ്പൺ സ്വിച്ച് ബിക്കോസ് ഇറ്റ് ഓഫർ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ടു ദി കറന്റ് ഫ്ലോ എന്നുള്ളത്. അപ്പൊ കംപ്ലീറ്റ്ലി അവിടെ ബ്ലോക്ക് ആവുകയാണ്, ഓർ ദ കംപ്ലീറ്റ് വോൾട്ടേജ് അപ്ലൈഡ് വോൾട്ടേജ് കംപ്ലീറ്റ്ലി ഡ്രോപ്ഡ് അക്രോസ് ദിസ് എന്ന് പറയാം. അതാണ് നോട്ട് ദി പോയിന്റ്, റൈറ്റ്? Junction offers very high resistance to the current flow. If the diode ideal, if we treat the diode as ideal, then we can say, if we treat the diode as ideal, then we can say it offers
infinite resistance to the current flow. It offers infinite resistance to the current flow. ഓക്കെ, ഇനി നമുക്ക് ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്ന ഈ ഫിഗർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ? ഇനി റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് വരയ്ക്കാം. അവിടെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അത് നമുക്ക് പ്രാക്ടിക്കലി ഒട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല ഈ റിവേഴ്സ് മോഡ് എന്നുള്ളത് കൊണ്ട്. റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. സെയിം ഗ്രാഫിൽ തന്നെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. Forward voltage, that forward current, this of the order of milliampere, and that graph like this. This is the knee voltage Vk. Knee voltage നമ്മൾ എടുത്ത് എഴുതിയിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓക്കെ. Then reverse characteristics. നമ്മൾ റിവേഴ്സ് മോഡിൽ ഇത് മൈക്രോ ആംപിയർ റേഞ്ചിലായിരിക്കും. റിവേഴ്സ് കറന്റ് ദിസ് ഓഫ് ദി ഓർഡർ ഓഫ് മൈക്രോ ആംപിയർ. ഒരു മൈനോറിറ്റി കാരിയേഴ്സിന്റെ ഫ്ലോ കാരണം ചെറിയൊരു ഇത്രക്കേ വരുള്ളൂ. പിന്നെ ഒരു ഷാർപ്പ് ബ്രേക്ക് ഡൗൺ ആണ്. ഈ ഒരു വോൾട്ടേജ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ദിസ് ഓൾമോസ്റ്റ് സീറോവിനോട് ടച്ച് ചെയ്യുന്ന പോലെ. അങ്ങനെ this breakdown is known as avalanche breakdown. After this breakdown voltage അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഡയോഡ് വായിൽ എഴുതിയിട്ടുണ്ടാവും ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ദിസ് മച്ച്. അതിലപ്പുറത്തേക്ക് ആ ഡയോഡിനെ റിവേഴ്സ് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യരുത് എന്നാണ്. അതുകൊണ്ട് അതിനെ സേഫ് ആക്കാനാണ് ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇത്രയാണ് എന്നുള്ളത് എഴുതുക. കംപ്ലീറ്റ് കോവാലന്റ് ബോണ്ടൊക്കെ ബ്രേക്കായി ഒരുപാട് ചാർജ് കാരിയേഴ്സ് ഒരുമിച്ച് റിലീസ് ആവുകയാണ്. അങ്ങനെ കറന്റ് പെട്ടെന്ന് ഷൂട്ട് അപ്പ് ചെയ്യാണ്. അതാണ് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ. ദിസ് breakdown is known as avalanche breakdown. ആ പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാൻ വേണമെങ്കിൽ. ഗ്രാഫ് വരച്ചോ? റൈറ്റ്. when the pn junction is reverse biased, junction resistance is very high. Junction resistance is very high. Still a very small current flows in the circuit. Still a very small current flows in the circuit due to the flow of minority carriers. Due to the flow of minority carriers. Due to the flow of minority carriers. The next line, if the reverse voltage increases, continuously, then the kinetic energy of the minority carriers may become high enough. The kinetic energy of the minority carriers may become high enough to knock out
ചിന്മയ ഫസ്റ്റ് ഇയറിന് നാളെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സാറ്റർഡേ എടുത്തിട്ടുണ്ടല്ലോ, എടുക്കുന്നുണ്ട്. അവരുടെ അടുത്ത് ചോദിച്ചു. സാറിപ്പ ചോദിക്കും. ഒന്നും പറഞ്ഞില്ല. ഇവർക്ക് ഇല്ലല്ലോ സാർ, ഇവർക്ക് റിവിഷൻ മാത്രമല്ലേ ഉള്ളൂ. Kinetic energy of the minority carriers high enough to knock out electron from the semiconductor. At the stage of breakdown of the junction, ശരിക്കും ഈ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് കോവാലന്റ് ബോണ്ട്സ് ഒരുമിച്ച് ബ്രേക്ക് ആവുകയാണ്. ബ്രേക്ക് ഡൗൺ ഓഫ് ദി ജംഗ്ഷൻ, റിവേഴ്സ് കറന്റ് increases suddenly. This may destroy the junction permanently. This breakdown is known as avalanche breakdown. എന്താണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്? റിവേഴ്സ് വോൾട്ടേജ് എന്ന് പറയാം അല്ലെ? കാരണം നീ വോൾട്ടേജ് ഫോർവേഡ് വോൾട്ടേജാ. ഏത് ഫോർവേഡ് വോൾട്ടേജിലാണ്? ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ കയറി വരാറുണ്ട്. ഇത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. കൃത്യമാക്കണം, സ്പെസിഫൈ ചെയ്ത് മൈൻഡിൽ ഉണ്ടാവണം. നീ വോൾട്ടേജ് ഏത് ഫോർവേഡ് വോൾട്ടേജിലാണ് ഫോർവേഡ് കറന്റ് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. അവിടെ ഒരിക്കലും ഡയോഡ് ബ്രേക്ക് ഡൗൺ ആവുന്നില്ല. നമുക്ക് ആ ഡയോഡിനെ ഉപയോഗിക്കാം വോൾട്ടേജ് വേരി ചെയ്ത് ആ കറന്റ് അല്ലെ. അതുകൊണ്ടാണ് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ അതിന്റെ ഒരു യൂസ്. ഇനി റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ രീതിയിലൊരു ഷാർപ്പ് ബ്രേക്ക് ഡൗൺ ആണ്. അപ്പൊ എന്താണ് നമ്മളുടെ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ റിവേഴ്സ് വോൾട്ടേജ് എന്താ? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്താ? ഏത് റിവേഴ്സ് വോൾട്ടേജിലാണ് അല്ലെ റിവേഴ്സ് കറന്റ് സഡൻ ആയിട്ട് ഇൻക്രീസ് ആവുന്നത്? that reverse voltage. Okay, that reverse voltage is known as what? Breakdown voltage. Clear ആണല്ലോ? അവിടെ ആ റിവേഴ്സ് വോൾട്ടേജ് എന്നുള്ള ഇത് ഓർക്കണം. അതിനെയാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുക. ഇനി ഇവിടെ മറ്റൊരു ടേം, ഇതും സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുള്ള ഒരു ടേം ആണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. എന്താണ് ഈ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ? ഒരു ഡയോഡിന്റെ ഒരു റിവേഴ്സ് മോഡിൽ ഡയോഡിന്റെ സേഫ്റ്റി എന്നുള്ളത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് വരെയാണെന്ന് പറയാം. ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന്റെ തൊട്ട് മുന്നിലുള്ള സ്റ്റേജ്. മാക്സിമം ഏത് റിവേഴ്സ് വോൾട്ടേജ് വരെ ഒരു ഡയോഡ് സേഫ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യും? ഓക്കെ, ദാറ്റ് മാക്സിമം വാല്യൂ ഓഫ്, നിങ്ങൾക്ക് മനസ്സിലായോ? ദാറ്റ് മാക്സിമം വാല്യൂ ഓഫ് റിവേഴ്സ് വോൾട്ടേജ് ഈസ് കോൾഡ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ക്ലിയർ? ഈ ഒരു നെയിം ആയിട്ട് ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. റൈറ്റ് put a hyphen, right? It is the maximum reverse voltage. That can be applied to a PN junction. It is the maximum reverse voltage that can be applied to a PN junction. ഇങ്ങനെ എഴുതണം. without breakdown. Ready? Clear? ഇനി നമ്മൾ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ, ഇതിനൊക്കെയാണ് നമ്മളിപ്പോ ഡയോഡ് പഠിച്ചത്
അതിന്റെ ഒരു അപ്ലിക്കേഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ശരിക്കും ഡയോഡിന്റെ വളരെ യൂസ്ഫുൾ ആയ ഒരു ആപ്ലിക്കേഷൻ ആണ് ഡയോഡിന്റെ റെക്ടിഫിക്കേഷൻ എന്നുള്ള ആക്ഷൻ. ഡയോഡ് ആക്ട് ആസ് എ റെക്ടിഫയർ. ശരിക്കും ഡയോഡിന്റെ റെക്ടിഫിക്കേഷൻ എന്നുള്ള ഒരു ആക്ഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതായത് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫോർവേഡ് മോഡിൽ ഒരു ഡയോഡിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അല്ലെ, ഇറ്റ് ആക്ട് ആസ് എ ക്ലോസ് റെസിസ്റ്റൻസ്. എന്നാൽ ഒരു റിവേഴ്സ് മോഡിൽ, അത് ഒരു ഐഡിയൽ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്, എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഓഫ് കോഴ്സ് സം റെസിസ്റ്റൻസ് ഫോർവേഡ് മോഡിലാണെങ്കിൽ ഒരു കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ട്, സം വോൾട്ടേജ് ഡ്രോപ്ഡ് അക്രോസ് ദാറ്റ് ഡയോഡ്, നോ ഡൗട്ട്. പക്ഷേ ദാറ്റ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ ഫോർവേഡ് ഡയോഡ് വെരി വെരി സ്മോൾ. അപ്പൊ അതാണ് ഇറ്റ് ആക്ട് ആസ് എ കണ്ടക്ടർ. എ ഫോർവേഡ് ബയാസ്ഡ് ഡയോഡ് ആക്ട് ആസ് എ കണ്ടക്ടർ. ഓക്കെ, അവിടെ ഒരു ക്ലോസ്ഡ് മോഡിലേക്ക് വരികയാണ്. എന്നാൽ എ റിവേഴ്സ് ബയാസ്ഡ് ഡയോഡ് ഓഫേഴ്സ് വെരി ഹൈ റെസിസ്റ്റൻസ് ടു ദി കറന്റ്. ഇറ്റ് ആക്ട് ആസ് ആൻ ഓപ്പൺ സ്വിച്ച്. ഐഡിയലി ഇറ്റ് ആക്ട് ആസ് ആൻ ഓപ്പൺ സ്വിച്ച്. അപ്പോ റെക്ടിഫയറിൽ നമുക്ക് വേണ്ടത് അല്ലെ, റെക്ടിഫിക്കേഷൻ ഇപ്പൊ മനസ്സിലാക്കുക, ഓസിലേറ്റിംഗ് സിഗ്നൽ. അപ്പൊ അവിടെ ആ ഒരു വേരിയേഷൻസിനെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യാനും കണ്ടിന്യൂസ് പൾസസിനെ പാസ് ചെയ്യാനും പറ്റണം. അപ്പൊ അതാണ് ആ ഒരു ബ്ലോക്കിംഗ് അല്ലെങ്കിൽ പാസിംഗ് എബിലിറ്റി ഒരു ഡയോഡിന് ഉണ്ട് എന്നുള്ളത് ഇവിടെയാണ്. ഫോർവേഡ് ബയാസ്ഡ് ഡയോഡിൽ ഇറ്റ് ആക്ട് ആസ് എ കണ്ടക്ടർ. ഓക്കെ, ഇറ്റ് പാസസ് ദി സിഗ്നൽ. റിവേഴ്സ് ബയാസ്ഡ് മോഡിൽ ഇറ്റ് ബ്ലോക്സ്. ഈ ഒരു പാരാമീറ്റർ വെച്ചിട്ടാണ് ഡയോഡിന്റെ റെക്ടിഫയർ എന്നുള്ള ആക്ഷൻ. മനസ്സിലായോ? അതാണ് അവിടെ ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ട്, ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ട്. ഇപ്പൊ സിംഗിൾ ഡയോഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു റെക്ടിഫിക്കേഷൻ കപ്പാസിറ്റി എന്നുള്ളത് ലിമിറ്റഡ് ആണ്. ഒരിക്കലും നമ്മൾ ഡയോഡ് വെച്ച് റെക്ടിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പക്ക ഡി സി ഒന്നും അല്ല കിട്ടും. ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ് ഡി സി, ഒരു പൾസേറ്റിംഗ് ഡി സി ആണ്. ഓക്കെ, കണ്ടിന്യൂസ് പൾസസ്. ഇപ്പോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അതിലെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ കംപ്ലീറ്റ് ഫിൽട്ടർ ചെയ്യും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ കംപ്ലീറ്റ് ഒഴിവാക്കും, ബ്ലോക്ക് ചെയ്യും. ഓക്കെ, നമ്മുടെ പൾസേറ്റിംഗ് ഡി സി ആണ്. ഒപ്പം ആ പൾസസിനെ സ്ട്രെയിറ്റ് ആക്കാനൊന്നും നമ്മുടെ ഡയോഡിന് കപ്പാസിറ്റി ഇല്ല. അതിന് വേറെ രീതിയിലുള്ള ഫിൽട്ടർ സർക്യൂട്ട് ഉപയോഗിക്കണം. ഓക്കെ, ആർ സി, പിന്നെ എല്ലാ ഫിൽട്ടർ ഉണ്ട്, RC ഫിൽട്ടർ ഉണ്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഫിൽട്ടർ കൂടുതലായിട്ട് പഠിക്കാനൊന്നും ഇല്ല. അപ്പൊ അതാണ് അവിടെ ഈ രീതിയിലുള്ള പൾസസിനെ കൂടുതൽ, ആ ഓസിലേഷൻസ് അല്ലെ, അതിനെ കംപ്ലീറ്റ് ഒരൊറ്റ വേരിയേഷനിലേക്ക് ലിമിറ്റ് ചെയ്യുന്ന, ആവറേജ് ആക്കുന്ന ടെക്നിക്കാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഞാനിവിടെ പറയുന്നത് ഡയോഡിന്റെ, നിങ്ങൾ എപ്പോഴും ഇതിന്റെ ആക്ഷൻ വരുമ്പോൾ, റെക്ടിഫിക്കേഷൻ എന്നുള്ള ആക്ഷൻ വരുമ്പോൾ എന്തുകൊണ്ട് ഡയോഡിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് റെക്ടിഫയറിനായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്, സ്കൂളിൽ പഠിക്കാനുള്ളതാണല്ലോ. അത് മെയിൻ വേണം, ആ പോയിന്റ് മെയിൻ ആയിട്ട് പറയണം. ദെൻ ഹാഫ് വേവ് റെക്ടിഫയറിൽ സിംഗിൾ ഡയോഡ് ആണ് ഉള്ളത്. പക്ഷെ അതിന്റെ എഫിഷ്യൻസി എന്നുള്ളത് വളരെ കുറവാണ്. ബിക്കോസ് കണ്ടിന്യൂസ് പൾസസ് അവിടെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കണ്ടിന്യൂസ് പൾസസ് ഉണ്ടാക്കാനാണ് ഹാഫ് വേവ് റെക്ടിഫയറിൽ നിന്ന് അടുത്ത ഡിസൈൻ. ഓക്കെ, ഒന്നും കൂടി അതാണ് ഫുൾ വേവ്. ഒരു ഡയോഡിന് പകരം 2 ഡയോഡ് ഉപയോഗിക്കുന്നു. അതിനേക്കാൾ ഏറ്റവും പ്രാക്ടിക്കലി യൂസ്ഫുൾ ആയ മറ്റൊരു ഡിസൈനാണ് 4 ഡയോഡ് ഉപയോഗിച്ചിട്ടുള്ള ബ്രിഡ്ജ് റെക്ടിഫയർ. ചിലപ്പോൾ നിങ്ങൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ജയിക്ക് നമുക്കുണ്ട്. ഓക്കെ, ഒന്നും കൂടി മോർ എഫിഷ്യന്റ് ആണ്. മറ്റൊരുപാട് കാര്യങ്ങൾ എഫിഷ്യന്റ് ആണ്. എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ടിന്റെയും എമൗണ്ട് എന്നുള്ളത് ഒരുപോലെയാണ്. എങ്കിൽ കൂടെ അവിടെ ആ ഒരു മെക്കാനിക്കലി നമ്മൾ സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ ഉള്ള 2 ഡയോഡ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് സെന്റർ ടാപ്പ്. അപ്പൊ സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ആയിട്ട് പ്രാക്ടിക്കലി ഉപയോഗിക്കുക എന്നുള്ളത്, അതായത് സെന്ററിലേക്ക് ഒരു കണക്ഷൻ വരുന്നുണ്ട് ട്രാൻസ്ഫോമറിന്. ആ രീതിയിലുള്ള ഉപയോഗം എന്നുള്ളത് ഭയങ്കര ലിമിറ്റഡ് ആണ്. നമുക്ക് ഒരുപാട് ടെക്നിക്കലി പല രീതിയിലുള്ള ഡ്രോബാക്സ് ഉണ്ട്. അങ്ങനെയാണ് ബ്രിഡ്ജ് റെക്ടിഫയറിലേക്ക് വന്നത്. യെസ്, റൈറ്റ് ദി ഹെഡിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഭാഗങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാറുണ്ട്. ആപ്ലിക്കേഷൻ of a PN junction diode, application of PN junction diode as a rectifier.
Right. Rectifier is a device. Rectifier is a device which is used for converting alternating voltage or current into alternating voltage or current into direct voltage or current. Direct voltage or current. Next line. A PN junction, a PN junction, a PN junction can be used as a rectifier, can be used as a rectifier in two ways. In two ways. The next point. A forward biased PN junction diode, a forward biased PN junction diode a forward biased PN junction diode offers very low resistance to the current flow, offers very low resistance to the current flow. Means it passes signal, it passes signal without much drop, without much drop, without much drop voltage drop. A reverse biased diode, a reverse biased diode offers very high resistance, offers very high resistance to the current flow. Means it blocks signal, it blocks signal. This property of diode used for rectification. This property used for rectification. പി എൻ ജംഗ്ഷൻ ഡയോഡ് നമുക്ക് രണ്ട് രീതിയിൽ റെക്ടിഫയർ ആയിട്ട് ഉപയോഗിക്കാം, ശരിയല്ലേ? ടു വേസ്. ഏതൊക്കെയാണ് ആ ടു വേസ്? ഒന്ന്, ഹാഫ് വേ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്കൊപ്പം ഒരുമിച്ച് എഴുതുകയും ചെയ്യാം കേട്ടോ. എന്നോടൊപ്പം സർക്യൂട്ടൊക്കെ വശം. ഹാഫ് വേവ് റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ. Single diode act as a rectifier. Okay. ഇവിടെ this circuit diagram you keep in mind. ഇതാണ് നമ്മളുടെ റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഡയോഡ്. റെക്ടിഫൈ ചെയ്യേണ്ട സിഗ്നൽ ഇതാ. ഇൻപുട്ട് is transformer, primary of the voltage applied across the primary secondary load connected here. ഇതിന് എവിടെയാണോ നമുക്ക് ഈ രീതിയിലുള്ള റെക്ടിഫൈഡ് ഔട്ട്പുട്ട് കൊടുക്കേണ്ടത് ആ ലോഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, ഏതിന്റെ ഔട്ട്പുട്ട് ആയിട്ടാണോ ആ ലോഡ് ആർ ലോഡ് റെസിസ്റ്റർ
this input signal, you can, ഇതാണ് നമ്മളുടെ ഇൻപുട്ട് സിഗ്നൽ. കണ്ടിന്യൂസ് ഒരു പൾസസ് കാണിക്കാം. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ നമുക്ക് തിയറിറ്റിക്കലി ഒരു വ്യക്തത വരുത്തണം. This positive half cycle, this negative half cycle, positive half cycle, ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക അല്ലെ? During the positive half cycle of the signal, what happens? ഇത് എർത്താണ് കേട്ടോ, this point, എർത്ത് point. During the positive half cycle of the signal, here what happens? During the positive half cycle of the signal, അല്ലെ, ഇവിടെ plus, okay, and this at the point 0. Positive, that P side more positive than compared to N side, this diode in forward bias to move. It's clear? And diode in forward bias to move. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഡയോഡ് ഫോർവേഡ് ബയാസിലാണ്. അപ്പൊ ഈ സിഗ്നലിനെ, അതായത് കൂടുതൽ ഡ്രോപ്പ് ഇല്ലാതെ ഇവിടെ ഡയോഡ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് വളരെ കുറവാണ് അല്ലെ? അപ്പൊ ആ പൾസിന് വലിയ മാറ്റമൊന്നും വരാതെ അയാൾ എങ്ങനെ പാസ് ചെയ്യും? യെസ്, ഇവിടെ സീറോ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് പ്രൈമറി മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി, സെക്കൻഡറി ഇത് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു, ശരിയല്ലേ? സർക്യൂട്ട് ക്ലോസ്ഡ്. RL, a current flows through RL. That RL is due to, അല്ലെങ്കിൽ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്തത് മൂലമാണ് RL-ലൂടെ കറണ്ട് പോയെ, നിങ്ങൾക്കറിയാം. അപ്പൊ അതാ ആ പൾസ് അവിടെ കിട്ടി. റെഡി? ഇനി during the negative half cycle of the signal, what happens? This and a minus. Okay, this and a minus, and ഇത് zero അല്ലേ? That P side more negative than compared to N side. So what happens? Diode become reverse bias. അപ്പൊ ഡയോഡ് കണ്ടക്ട് ചെയ്യൂ? ഇല്ല. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നു അല്ലെ? നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ, there is no current because that diode it offers very high resistance to the current flow, means it completely blocks the signal, no current flows through RL. അപ്പോൾ അടുത്ത സൈക്കിളിന് എന്ന് പറഞ്ഞാൽ നമ്മളുടെ റിവേഴ്സ് സൈക്കിളിന് പൾസ് ഉണ്ടോ? ഇല്ല. ഇനി അടുത്ത ഫോർവേഡ് സൈക്കിൾ അല്ലെ, ഇത് റിപ്പീറ്റ് ചെയ്യല്ലേ? സൈക്കിൾ റിപ്പീറ്റ്സ്. അപ്പൊ ഇതാ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ പൾസ് കിട്ടി. ദെൻ അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് പൾസ് ഇല്ല, there is no current through RL. ഇനി അടുത്ത സൈക്കിളിന്റെ ഓക്കെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് പൾസ് ഇല്ല. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നോക്ക്, ഇതാണ് നമ്മളുടെ ഇൻപുട്ട്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, ഒരു സൈക്കിൾ ഓഫ് സെക്കൻഡ് ഇങ്ങനെ ആ ഒരു പൾസ് ഇങ്ങനെ കൗണ്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു സിഗ്നലിന് ഒരു പൾസ്, ശരിയല്ലേ? ഒരു സിഗ്നലിന് ഒരു പൾസ്, അടുത്ത സിഗ്നലിന് ഒരു പൾസ്. നിങ്ങൾക്കറിയാം അവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് നോട്ട് എ പ്യുവർ ഡി സി, ദിസ് എ പൾസേറ്റിംഗ് ഡി സി. ഒപ്പം തന്നെ ഫ്രീക്വൻസി എന്നുള്ളത് ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസി. ഇവിടെ നിങ്ങൾക്കറിയാം ഒരു സിഗ്നലിന് ഒരു പൾസാണ്. അപ്പൊ ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെന്ന് വെച്ചോ, ഔട്ട്പുട്ട് സിഗ്നൽ ഫ്രീക്വൻസി എക്സാക്ട്ലി 50. ശരിയല്ലേ? ഒരു സിഗ്നലിന് ഒരു പൾസ്, ഔട്ട്പുട്ട് എ പൾസേറ്റിംഗ് ഡി സി. ഓരോ പൾസും ഓരോന്നായിട്ടാണ് കൗണ്ട് ചെയ്യുക, ഒരു സിഗ്നലിന് ഒരു പൾസ് അല്ലേ? If the input signal frequency is 50, output signal frequency exactly 50 hertz. Clear? Full wave rectifier ഇങ്ങനെയല്ല. പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് ഡയോഡിന്റെ അറേഞ്ച്മെന്റ് വരിക. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനും പൾസ് കിട്ടും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിനും പൾസ് കിട്ടും. അങ്ങനെ ആകുമ്പോൾ ഒരു സിഗ്നലിന്റെ എത്ര പൾസ് വരും? 2 പൾസ്. എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസി എത്രയാണോ അതിന്റെ ഡബിൾ ആണ് ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് സിഗ്നൽ ഫ്രീക്വൻസി. ക്ലിയർ ആണോ? ഇവിടെ ജസ്റ്റ് ഒന്ന് സെന്റൻസിൽ ഇതിന്റെ ഒരു വർക്കിംഗ് ഒന്ന് ഷോർട്ട് ആക്കാം. എഴുതി ഫിഗർ വരച്ചില്ലേ എല്ലാവരും? റൈറ്റ്, then write next line. During the positive half cycle of the signal, during the positive half cycle of the signal, during the positive half cycle of the signal, diode
forward biased mode. Diode in forward biased mode. So it conducts. Diode in forward biased mode and it conducts. A current flows through RL. A current flows through RL. So we get an output across RL. So we get an output across RL. We get an output across RL. During the negative half cycle of this signal, diode in reverse biased mode, it does not conduct. So it does not conduct. Okay, no current through R. No current or no output across RL during that time. Here output a pulsating DC. Here output a pulsating DC. A pulsating DC. ഇത് വേണമെങ്കിൽ ഇതൊന്ന് താഴെ കാണിക്കാം കേട്ടോ. ഒന്ന് വരച്ചോ. ഈ രീതിയിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാം. This input signal. And output 0. ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് മാത്രമേ ഔട്ട്പുട്ട് ഉള്ളൂ. And the state pulse. അടുത്ത ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആണ്. Then അടുത്ത പൾസ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ബ്ലോക്ക്. അടുത്ത പൾസ്. This is the output a pulsating DC. So from this you can write in sentence one signal corresponds to one pulse. Therefore you can write input signal frequency equals output signal frequency. Input signal ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഹാഫ് വേവ് ഫുൾ വേവ് ഇപ്പൊ ഒരു വാല്യൂ തരും. ഇതൊരു ഹാഫ് വേവ് റെക്ടിഫയർ ആണ്, ഇത്രയാണ്, ഇങ്ങനെയുള്ള ഔട്ട്പുട്ട് സിഗ്നൽ ഫ്രീക്വൻസി എന്തായിരിക്കും. പിന്നെ എപ്പോഴും വരാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എഫിഷ്യൻസി. നിങ്ങൾക്കറിയാം ഒരു സിഗ്നലിന് ഒരു പൾസേ കിട്ടുന്നുള്ളൂ. ഹാഫ് വേവ് സൈക്കിളിന് നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ നമുക്ക് ഒരു രീതിയിലും റെക്ടിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഇതിന്റെ ഒരു എഫിഷ്യൻസി എന്നുള്ളത് വളരെ കുറവാണ്, ലെസ് ദാൻ 50%. ഓക്കെ, ഒരിക്കലും ഒരു ഡിവൈസിനും 100% എഫിഷ്യൻസി തരാൻ കഴിയില്ല. ഒരു ഹാഫ് വേവ് റെക്ടിഫയർ റെക്ടിഫൈ ചെയ്തുള്ളൂ. സോ ദാറ്റ് എഫിഷ്യൻസി അപ്പൊ തന്നെ 50 ആയി. ഒന്നും 100%, 50ക്ക് താഴെയാണ് അതിന്റെ ഒരു ആക്ച്വൽ പ്രാക്ടിക്കൽ എഫിഷ്യൻസി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ദാറ്റ് എഫിഷ്യൻസി ഈ രീതിയിലൊക്കെ ഓർത്തിരിക്കുക. ഇനി ഞാൻ ഫുൾ വേവ് റെക്ടിഫയർ പറയുമ്പോൾ എഫിഷ്യൻസി കൺഫ്യൂഷൻ ആവണ്ട. എഫിഷ്യൻസി റൈറ്റ്. Efficiency denoted using the letter eta. Efficiency of a half wave rectifier. Efficiency equals, നിങ്ങൾക്കറിയാം നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് DC ഫോമിലാണ്, ഇൻപുട്ട് എന്നുള്ളത് AC ആണ്. അപ്പൊ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, എന്തിന്റെ എഫിഷ്യൻസി, ഏത് ഡിവൈസിന്റെ എഫിഷ്യൻസി, ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ അല്ലേ. അപ്പൊ DC output divided by AC input. ഒന്നുകൂടി സ്പെസിഫിക് ആയി എഴുതിയെന്ന് മാത്രം. DC output power divided by AC input power. This efficiency, this value you keep in mind, then eta
40.6%. Eta value 40.6%. നിങ്ങൾക്ക് കറക്റ്റ് ഇത് ആലോചിച്ച് വെക്കാം. അതായത് ഇത് ഫുൾ വേവിലേക്ക് വരുമ്പോഴേ ഫ്രീക്വൻസി ഡബിൾ ആവും അല്ലെ? ഒരു സിഗ്നലിന് 2 പൾസ് വരും. 2 പൾസ് വരുമ്പോൾ നമുക്ക് 2 സൈഡും റെക്ടിഫൈ ചെയ്യാൻ പറ്റി. അപ്പൊ എഫിഷ്യൻസി ഡബിൾ ആവില്ലേ? ഒരു എഫിഷ്യൻസി ഡബിൾ. അപ്പൊ എഫിഷ്യൻസി ഫുൾ വേവിന്റെ എത്രയാ വരിക? 40.6 into 2 ചെയ്താൽ മതി. 81.2%. ക്ലിയർ? അപ്പൊ ഫുൾ വേവിന്റെ നമുക്ക് 2 ടൈപ്പ് ഫുൾ വേവ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ. സെൻട്രൽ ട്രാക്കും ബ്രിഡ്ജ്. ഓക്കെ. Online students, any doubt? Online? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓൺലൈൻ ഗായത്രി, വിഷ്ണു, ജാനകി, വൈഷ്ണവി, എനി ഡൗട്ട്? ഓൺലൈൻ കേൾക്കുന്നില്ലേ? യെസ്, ഓക്കെ, താങ്ക് യു ആൾ. ബൈ. എവിടെ നമ്മളുടെ ആദിത്യദേവും ടീമൊക്കെ? ഓ, നിങ്ങക്ക് ടൂറൊന്നുമില്ല?